കഴിഞ്ഞ ദിവസം ജനം ടിവിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള 20ഓളം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന സ്വർണ്ണക്കൊള്ള പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോൾ ആ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ കിട്ടിയാൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. 20ഓളം ക്ഷേത്രങ്ങളിലെ സ്വർണ്ണക്കൊള്ളയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ജനം ബിഗ് ഇമ്പാക്ട്. ആദ്യം ആ പ്രതികരണം നോക്കാം. അല്ല, അത് ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഗവൺമെൻറ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള നടപടിയെടുക്കും. ഈ കക്കുന്ന സ്വഭാവം പലയിടത്തും കാണുന്നുണ്ട്. അതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല. ശരിക്ക് ദൈവത്തിനോട് ഭക്തിയുള്ളവർ ഇത് ചെയ്യില്ല. അനഘ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. അനഘ, ജനം ടി വിയാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് പല ക്ഷേത്രങ്ങളിലെയും പ്രധാനപ്പെട്ട തിരുവാഭരണങ്ങൾ പോലും കാണാതായി എന്നുള്ളതായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും നമ്മൾ കൊണ്ടുവന്ന വാർത്ത. ഇപ്പോൾ അതിലൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു റിപ്പോർട്ട് തേടിയിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്? അനഘ. പ്രജിത്ത്, ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ ചർച്ചയായതാണ്. അതിന് പിന്നാലെയാണ് ജനം ടി വി തന്നെ പുറത്തു കൊണ്ടുവന്ന മറ്റൊരു വാർത്ത. ഈ വലിയ രീതിയിൽ അമ്പലങ്ങളെ കേന്ദ്രീകരിച്ച് മോഷണം നടക്കുന്നു. തിരുവിതാംകൂറിന് കീഴിലുള്ള 20ഓളം, നെയ്യാറ്റിൻകരയിലെ 20ഓളം ക്ഷേത്രങ്ങളിലാണ് അവിടെ ഭക്തർ ഭഗവാന് സമർപ്പിച്ച സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തിരുവാഭരണങ്ങളടക്കം കാണാനില്ല എന്നുള്ള വാർത്തയാണ് ജനം ടി വി പുറത്തുവിട്ടത്. ഈ കാര്യം കൃത്യമായി തന്നെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ മുരളീധരന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ ഒരു റിപ്പോർട്ട് ലഭിക്കാനുണ്ട്. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ ആവശ്യപ്പെടുമെന്നുകൂടി ഈ ദേവസ്വം മന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ മോഷണം നടത്തുന്നവർ ഭക്തന്മാരല്ല എന്നുകൂടി ഈ ദേവസ്വം മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ ഒരു പ്രതികരണം കൂടി വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ റിപ്പോർട്ട് കിട്ടിയാൽ കൃത്യമായ നടപടി ഉണ്ടാകും, അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുകൂടിയാണ് ദേവസ്വം മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ജനത്തെ സംബന്ധിച്ചൊരു ബിഗ് ഇമ്പാക്ട് തന്നെയാണ് ഈ വിഷയവുമായി, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മന്ത്രി തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ ഒരു അന്വേഷണം നടത്തും എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ദേവസ്വം മന്ത്രി തേടിയിരിക്കുന്നത്. ഓക്കെ അനഘ, എന്തായാലും ജനം ടി വിയാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട 20ഓളം ക്ഷേത്രങ്ങളിൽ പല രീതിയിലുള്ള തിരുവാഭരണ കൊള്ള നടന്നിരിക്കുന്നതായിട്ടുള്ള വാർത്ത പുറത്തു കൊണ്ടുവന്നതിൽ പ്രധാനപ്പെട്ട ദേവന്റെ ആഭരണങ്ങൾക്കൊപ്പം സ്വർണവും വെള്ളിയും തരത്തിലുള്ള കട്ടികൾ പോലും അവിടെ നിന്നും കാണാതായി എന്നുള്ള വാർത്തകളും ഉണ്ടായിരുന്നു. എന്തായാലും അതിലിപ്പോൾ ഒരു റിപ്പോർട്ട് തേടിയിരിക്കുന്നു സംസ്ഥാന ദേവസ്വം മന്ത്രി എന്നുള്ളതാണ് കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്.